എന്താ പപ്പ ചായ? പെണ്ണോ ഉമ്മമ്മ അവിടെ? ഉമ്മ ആടാളായിട്ട് പറമ്പക്ക് ഇറങ്ങിക്കണു. ഇനി ചായയും കടിയും കൂടി കൂട്ടി ഇനി നിങ്ങൾക്ക് കുടിച്ചണെങ്കിൽ ഇമ്മ ഉള്ളിക്ക് വരാൻ പറഞ്ഞു നിങ്ങളോട്. കുഞ്ഞുമോനെ ഇച്ചി നെഞ്ഞത്ത് കൂടുള്ള വേദന സഹിച്ചാൻ കഴിച്ചണില്ല. ആസ്പത്രിക്ക് ഒന്ന് പോണം. ഇജേ ഇന്നൊന്നൊരു വണ്ടി കുടിച്ച് കൊണ്ടുപോയി ബെജ്ജായിട്ടാണ്. ഭയങ്കര വേദന ഉണ്ട്. ഇവിടുന്ന് തൊട്ട് ഇതുവരെ ഉണ്ട്. ഇതൊക്കെ ആ ഗ്യാസിന്റെ അസുഖാണ്. ആ അമ്മത്തിന്റെ ഗുളിക ഉണ്ടല്ലോ, അത് ഒരു കുപ്പി അവിടെ കൊടുത്തു വെച്ചിട്ട് നിങ്ങൾ തൊട്ടിട്ടില്ല. അത് എടാ അതേ ഗ്യാസിന്റെ വേദന വെച്ച് തോന്നുന്നില്ല. ഇച്ചി ഈ നെഞ്ഞിന്റെ അടിയിൽ ഇവിടെ എങ്ങനെ ആയിട്ടാണ് ഈ വേദന. സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ട്. അത് കുടിച്ചിട്ടൊന്നും മാറുന്നു വെച്ച് തോന്നുന്നില്ല. ഇന്നാള് നിങ്ങളെ ഈ പ്രശ്നം പറഞ്ഞാണ്ട് ECG കാര്യമൊക്കെ എടുത്ത് എൻ്റെ 4500 റുപ്യ പോയി. വെറുതെ പോവാണ് ആസ്പത്രിക്ക്. ഇജേ ഒപ്പം പോന്നാ മതി. കായ്ച്ച പെൻഷൻ കിട്ടിയ കായിൻ്റെ അരിയിലുണ്ട്. അത് ഞാൻ ചെലവായിക്കോളാം. ഇച്ചൊരാളില്ലാതെ ആസ്പത്രിക്ക് പോകാൻ കഴിച്ചൂല. നിങ്ങൾ ഇന്ന് അമ്മാനെ കൂട്ടി പോയിക്കോളേ. ഉമ്മാക്ക് ഒരു പണി ചിലപ്പോൾ വെറുതെ ഇരിക്കല്ലേ. ഇമ്മാക്ക് എൻ്റെ അത്രയും പേച്ചാൻ ഇജ്ജ് അതിൻ്റെ ഉള്ളിൽ അറിയിച്ചാണ്. ഓളിങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളൂ. ഇജ്ജ് പോന്നാലേ ഒന്ന് പിടിച്ചാനാ ഒന്ന് അവിടെയും ഇവിടെയും കാര്യമ്പോഴും താങ്ങാനൊക്കെ പറ്റും. ഓളെ കൊണ്ട് ഇനി കഴിച്ചുവാ. ഇന്നും നാളെ ഒന്നും പറ്റൂല. ഈ ബോട്ടുണ്ട് കജ്ജണം. എനിക്ക് പ്രചാരണത്തിന് ഇറങ്ങാൻ നേരെ ഇരിക്കണേ. ആ കാറിലൊക്കെയാണ് നിങ്ങള് ആൾക്കാർ ഇന്നാണ് കാത്തിക്കണ്. എന്നാ അപ്പാൻ്റെ കുട്ടി പോയിക്കോളി. അപ്പാൻ്റെ കുട്ടിനെ ഇറങ്ങാറാക്കണില്ല. ഇവിടെ മനുഷ്യന് നേരം വേണ്ടേ, പല ആവശ്യങ്ങളും. എടാ കുഞ്ഞാണിയേ കൊല്ലം ഇങ്ങനെ നാട്ടിലേക്ക് വരുന്ന ഒരാളേന്നല്ലോ. ഇന്ത്യ കുറി കുറച്ച് ബെഗിയത് 2 കൊല്ലം ആയില്ലേ? എനിക്ക് വിളിച്ചാലും പറയലൊന്നും ഇല്ലേ? വിളിയും തെളിയൊക്കെ ഒന്നരാടുണ്ടാളി ഞങ്ങൾക്കാ. ഇക്കുറി പോയിട്ട് 2 കൊല്ലമായി അവന്. ഞാൻ എന്ന് പറയലും കൂടി ഒന്നും കൂടി വാന്ന് വന്നിട്ട് വേണം എൻ്റെ കല്യാണം നോക്കാൻ. അപ്പോൾ എൻ്റെ അറബി ടൂറും ഏതാണല്ലോ ആ ലീവിന് വരുന്ന സമയത്ത്. പിന്നെ അയാളോട്ട് വിട്ടയച്ചതുമില്ല അവനെ. കല്യാണം ഓനാ കഴിഞ്ഞ കുറി വരവിൽ നോക്കണ്ടിന്നു. അന്ന് ഓന് 14 വയസ്സായി. ഇപ്പം ഇവിടെ 26 ആയില്ലേ? ഇനിയിപ്പോൾ ഈ പെൺകുട്ടികളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ആൺകുട്ടികളെ കല്യാണം ശരിയായി കിട്ടാൻ വലിയ അടങ്ങേറുമാണ്. അതിപ്പോൾ ചെറിയ തോതിലൊക്കെ ഒരു പെണ്ണിനെ കണ്ടു വെച്ചേക്കണു. സൈനബാന്റെ ഏട്ടത്തിന്റെ മോളെ ഓനെ അത് മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇനി വന്നിട്ട് അതാണ് നടത്താന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് പുറത്ത് പറയാച്ചിട്ട് മുണ്ടാതൊക്കെയാണ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണ് ഇപ്പം ആലോചിച്ചാനൊന്നും ഇല്ലല്ലോ. ഓൻ വന്നിക്കാണ്ടേ നിക്കാവും കഴിഞ്ഞിക്കാണ്ട് കൂട്ടി കൊടുത്താൽ മതിയല്ലോ. അല്ല അബ്ബാസ് ഇവിടെ അല്ലേ? ഞാൻ ഓനെ കണ്ടിട്ട് കുറേ കാലമായി. ഒന്നങ്ങോട്ട് വരും കൂടിയില്ല ഓന്. ഓൻ്റെ കാര്യമൊന്നും പറയാ നല്ലത്. ഓന് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അയിക്കൂടി നടന്നു പോകും. എന്നിട്ട് അവിടുന്ന് ഓടുന്ന പോലെ ചോറെന്തെങ്കിലും തിന്നാൽ വല്ല അയിക്കൂടി തന്നെ പോകും. എൻ്റെ മുന്നിൽ കൂടി ഒന്നും പോവില്ല. ഇപ്പാന്ന് ഓനൊന്ന് വിളിച്ചിട്ട് കാലത്ര ആയിക്കോണം അറിയാം. എനിക്ക് എൻ്റെ സങ്കടം കൊണ്ട് പറയാണ് ഞാൻ. അതളി ഞങ്ങൾക്ക് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയല്ല, അല്ലാതെ ഇപ്പം നിങ്ങളോട് സ്നേഹമായിട്ടൊന്നുമല്ല. പറഞ്ഞോടക്കെ ഞാനും അതന്നെ പറിച്ചില്ലേ എപ്പോഴും. ഓന് ഒന്നും ഉണ്ടായിട്ട് അങ്ങനെ പറയല്ല. ഓനല്ലേ ഈ പെരീത്തെ ചെലവൊക്കെ നടത്തുന്നത്. എന്നാലും അങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും. ഞാനും ഓനെ പറ്റി എന്തേലും പറയുമ്പോത്തിന് ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞു ഓനിങ്ങനെ വളം വെച്ചു കൊടുക്കും. ഓൻ അതിനനുസരിച്ച് ഇങ്ങനെ പോവും ചോദിച്ചു. ബാപ്പല്ലടാ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു 2 വർത്താനം ബാപ്പാനോട് വന്നിരുന്ന് കാണാൻ പറയുമ്പോൾ അത് ഏത് ബാപ്പാർക്കും ഒരു സന്തോഷം ചെയ്താലും ആ ചിന്ത മക്കൾക്ക് ഇല്ലപ്പത്തെ ഒറ്റ ദിനം. പൊന്നാരൻ്റെ മാനോ ഓന് ഞങ്ങളോട് കിറുവല്ലായിട്ടൊന്നും ഇല്ല. ഓനെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, പുറത്ത് കാട്ടൂല. അതിപ്പോൾ അവിടെ സൈനബാന്റെ ആങ്ങളതാ ഓനും അങ്ങനെ തന്നെയാണ്. പെരിയിൽ അങ്ങനെ ആരോടും വല്ലാൻ മുണ്ടൂല. എന്നാൽ ഓൻ്റെ കൂട്ടുകാരൻ കുട്ടികളോടൊക്കെ നല്ല കൂട്ടും വർത്താനൊക്കെയാണ്. അല്ലളി ഞങ്ങൾക്കാ നിങ്ങളിപ്പോൾ ആസ്പത്രിയിൽ പോയിട്ട് എന്തേ പറഞ്ഞത്? ഞങ്ങൾ 3 ആളും കൂടെ പോയത് അന്ന് ആസ്പത്രിക്ക്. പരിശോധിച്ചൊക്കെ കഴിഞ്ഞിക്കാണ്ട് ഡോക്ടർ അബ്ബാസിനെ മാത്രമാണ് വിളിച്ചു. ഞാൻ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു അബ്ബാസിനോട് എന്താടാ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ ഓൻ പറഞ്ഞു എന്നോട് കുഴപ്പമൊന്നുമില്ല, ആ മരുന്നനെ അങ്ങനെ കുടിച്ചാൻ പറഞ്ഞേക്കണു പറഞ്ഞു. അളിയാങ്ക മരുന്നൊക്കെ നിങ്ങളെ ആ നേരത്തിന് കുടിച്ചിട്ടോ, അത് കുടിച്ചാതെ നിൽക്കരുതേ. മരുന്നൊക്കെ 10-20 കൊല്ലമായില്ലേ കുടിച്ചാൽ തുടങ്ങിയിട്ട്. ഒരു പോങ്ങുണ്ട്, അതൊന്നും ഞാൻ നിർത്തരുതില്ല. ഇനിയിപ്പോൾ മരുന്ന് നിർത്തിയാലും കുടിച്ചാലും പഠിച്ച ഒരായുസ് കണക്കാക്കിയിട്ടുണ്ടാവും. അതിലേക്കാണ് പോവും. സംസുവോ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ച പമ്പ് പാസ്സായിട്ടുണ്ട്. അജപ്പനാണ് നറുക്ക് വീണത്. നമ്മളെ 2 ആളെ കൊണ്ട് അത് കൂട്ടിയാ കൂടുവോ ഫണ്ട്? എന്താ കൂട്ടിയാ കൂടായി? അല്ല ഈ പമ്പിന് ഏകദേശം എത്ര എമൗണ്ട് വരും? ഏകദേശം 1 കോടിന്റെ അടുത്ത് വരും. അത് റോഡിന്റെ ഒപ്പം വാട്ടർ ലെവലാക്കി മണ്ണിട്ട് നേത്താൻ തന്നെ സംഖ്യ വേണം. നമ്മള് 2 ആളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? അതാ ഞാൻ എന്നോട് പറഞ്ഞത്.
നമുക്ക് ഒരു പാർട്ണറും കൂടി കൂട്ടേണ്ടതുണ്ട്. കൂട്ടണീന് കുഴപ്പമൊന്നുമില്ല, ഒരു സൈലന്റ് പാർട്ണർ ആവണം. അങ്ങനെയാണെങ്കിലേ നമ്മളെടുത്ത ആളുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. ഒന്ന് എനിക്കാണെ പോണ്ട. ഇല്ല, എനിക്ക് വന്നിട്ട് പോവാൻ. ആയിക്കോട്ടെ, ഒന്ന് വിളിക്കേ. ഹലോ, ഇജെവിടെ? ഇജ് ഈ ബസ് സ്റ്റോപ്പിന്റെ എടുക്കണ വാ, അന്റെ പെന്റെ അടുത്തുള്ള വേമ്പാ, അന്നെ കാത്തുക്ക. ആയിക്കോട്ടെ, ഒപ്പ് വരും. പിന്നെ പമ്പ് തുടങ്ങുമ്പോഴേ പണിക്കാർ വേണ്ടിയല്ലേ? നമ്മളെ അയൽവാസിയിൽ നമ്മളെ നാട്ടിലും കുറച്ച് വയസ്സന്മാരുണ്ട്, ഓലൊക്കെ ഒന്ന് നമ്മള് അത് കൂട്ടാം. എന്താ എന്റെ അഭിപ്രായം എന്താ? പൊന്നാര സംശോചിച്ച് അങ്ങനത്തെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടല്ല. ഞമ്മക്ക് 4 നല്ല ബംഗാളികളെ വെക്കാം, നല്ല ചൊറുക്കുള്ള ചെക്കന്മാരുണ്ടാവും. പിന്നെ ഇവലെ അടിയിലേ ഞമ്മക്കൊരു നിലമ്പലി ഉണ്ടാവും. ഇടക്ക് നമ്മളൊന്ന് സാറേനെങ്കിലും വിളിച്ചു. മറ്റേത് ഈ നാട്ടുകാരാകുമ്പോൾ വേറെ ബുദ്ധിമുട്ടുണ്ട്. ഇവലെ അക്ഷരം മാറിയിട്ടായിരിക്കും ഇനി അന്യം വിളിക്കുക. അത് ഇജ്ജ് പറഞ്ഞാലും കാര്യമുണ്ടല്ലേ? ആ ഓനത് വരുന്നു. ആ എനിക്ക് സംസോ ഇജെന്തിനെ വിളിച്ചോ? ഞാൻ ചോറിന്ന് കടന്നില്ലടാ ഉച്ചക്ക്, ഒന്ന് മയങ്ങണ്ടാ നേരത്തെ. കുട്ടികളൊക്കെ സ്കോ കേൾക്കണല്ലോ, നിങ്ങൾക്ക് രണ്ടാക്കൊന്ന് മയങ്ങാലോ. ഞങ്ങൾ രണ്ടാകുമ്പോഴേ പെട്രോൾ പമ്പ് തുടങ്ങുന്നുണ്ട്, അതിലൊരു പാർട്ട്ണർ ആവശ്യമുണ്ട്. അന്നെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ എന്റെ അഭിപ്രായം? പെട്രോൾ പമ്പോ? അതൊക്കെ അറിയാത്ത മേഖലയാണല്ലടാ. അല്ല, എത്ര എമൗണ്ട് വരും അതിന്? 1 കോടി ഉറുപ്പിയാണ് ഇപ്പൊ അതിന് ബഡ്ജറ്റ് കണ്ടിട്ടുള്ളത്. ചിലപ്പം കുറച്ച് അതിലേറെ കൂടുതലാവാനും സാധ്യത ഉണ്ട്. ഒരു 40 ലക്ഷം ഉറുപ്പ് എന്തായാലും ഒരു പാർട്ണർഷിപ്പിൽ വരും. ഞാൻ ഏതായാലും കൂടാൻ തീരുമാനിച്ചേക്കണം. അന്റെ അടുത്ത് പൈസ ഇല്ലേ? ഇജു ഒരു ഷെയർ കൂടിക്കോ. ഇക്ക് കൂടാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ എന്റെ ഉപ്പാനോട് ചോദിക്കണം. എത്ര ഇനിയിപ്പോ അത് ഇപ്പാനോടൊക്കെ ചോദിക്കാന്? അന്റെ പൈസ അല്ലേ, കിള്ള കുട്ടിയൊന്നല്ലല്ലോ. അതൊക്കെ ശരിയാടാ, ഞാൻ എന്റെ ഉപ്പാനോട് ചോദിച്ചാല് ഒരു തീരുമാനം എടുക്കലില്ല. എന്നാലേ ഇജ എന്റെ ഉപ്പാനോട് ചോദിച്ചിട്ട് വിവരം കൊണ്ടട്ടാ. എന്നാ ആയിക്കോട്ടെടാ, ഞാനേ ഏതായാലും കുട്ടിനെ അംഗനവാടിയിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഓളെടുക്കും വേണം, എന്നാ രാത്രി വരും തരാം കേട്ടോ. ഓനാ രായൻകുട്ടിയാക്കാന്റെ മോനല്ലേ, ആ ചെങ്ങായി അറ്റോർത്തിപ്പേക്കൂല. അയാളോട് ചോദിച്ചാണ്ട വല്ലതും നടക്കണേ? എനിക്ക് തോന്നുന്നില്ല അത് നടക്കും. അങ്ങനെ ഓനെ പറണ്ട, ഓൻ വൈകുന്നേരം പറയാന്ന് പറഞ്ഞില്ലേ? ഓ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാം. ഇൻഷാ അല്ലാ. അജയരാ, ഞാൻ ഉണ്ണേടനെ കൊടുന്നിക്കണേ, നിങ്ങൾ പറയാനുള്ള നേരിട്ട് പറഞ്ഞാളി. ഞാൻ മൂപ്പനോട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താ സംഗതി എനിക്കറിയില്ല. ഇവൻ പെരയിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തോ പറയാണ്ടെന്ന് വിളിച്ചോണോ തന്നെ? എന്താ പറയാനുള്ള പറയലുകൾ? നിങ്ങൾ രണ്ടാളും കൂടി നിർബന്ധിച്ചിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്നിട്ടുണ്ട്. അതിന് കെട്ടുകണക്കിന് എനിക്ക് പൈസ ഉണ്ടെന്ന് തൊണ്ടി ചെയ്തോക്കും. പൈസ ഒക്കെ ഞാൻ വാങ്ങിക്കണേ, 1 ഉറുപ്പ് ഞാൻ എടുത്തിട്ടില്ല. അത് അതേമായി ഉണ്ണേടൻ ഞാൻ കൊടുത്തേക്കണേ. ഓൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പൈസ ഒക്കെ എനിക്ക് എണ്ണി തന്നിട്ടുണ്ട്. നമ്മൾ എഗ്രിമെന്റ് ഉണ്ടല്ലോ, എന്റെ പാർട്ടിയുടെ വോട്ട് മുഴുവൻ നിങ്ങൾക്ക് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴേ നിങ്ങൾ ജയിച്ചിട്ടുണ്ടാവും. ഇത് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, ഞാൻ ജയിച്ചൊക്കെ ജയിച്ചു. പക്ഷെ പ്രചാരണത്തിന് ഒരാളില്ല, ഓനും ഞാനും മാത്രമേ ഉള്ളൂ. ഇജ്ജ് പോരെ, അല്ലെങ്കിൽ എന്റെ ആൾക്കാരൊന്നും ഒപ്പം വിടുക ചെയ്യേണ്ടത്. എന്താ നിങ്ങൾ ഈ പറയണത്? നമ്മൾ എഗ്രിമെന്റ് പറഞ്ഞല്ലേ, എന്റെ പാർട്ടിന്റെ എല്ലാ വോട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ എനിക്ക് പരസ്യമായിട്ട് പ്രചരണം വരാൻ പറ്റും അറിയില്ലേ? കേന്ദ്രത്തിൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്ക് പ്രശ്നമാവില്ലേ? ഞാനൊരു പാർട്ടി, നിങ്ങൾ വേറെ പാർട്ടിയല്ലേ, അതെങ്ങനെ ശരിയാവുക? പൊന്നാര ഉണ്ണിയന്റെ പേടി മാറാഞ്ഞിട്ടാണ്. നമ്മളെ എതിർ സ്ഥാനാർത്ഥിന്റെ ഒപ്പം യാതൊക്കെയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ഓരോ സ്ഥലത്തും ഇവനും ഞാനും മാത്രം കാര്യം അറിഞ്ഞാല് ആ ആൾക്കാർക്ക് എന്താ തോന്നുക? അതാണുള്ള പ്രശ്നം. ആചാരെ, ആളെ കൂട്ടാനുള്ള പണി നിങ്ങൾക്ക് അറിയില്ലേ? മട്ടൻ ബിരിയാണി വെക്കുക, എല്ലാത്തിനും വിളിക്കുക, വെച്ച് ബൺമൺ കൊടുക്കുക, നിങ്ങളൊപ്പം ഇഷ്ടം പോലെ ആളുണ്ടാവും. മട്ടൻ ബിരിയാണി പറഞ്ഞ ആടല്ലേ, അതിനൊക്കെ കിലോനെന്താ വില എന്ന് എനിക്കറിയോ? അതൊന്നും എത്തിപ്പെടൂല. ഇതൊക്കെ ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങി ഉണ്ണേട്ടാ. എനിക്കെന്നെ ആചാര്യ പ്രചാരണത്തിന് പോയാലേ ഒരു ചായ, ഒരു കോഴിമുട്ട പൊരിഞ്ഞതും അത് വെച്ച് ഞാൻ പെരുന്നാറാക്കണം. പിന്നെ ആരെങ്കിലും പരിചയമുള്ള ആൾക്കാരുടെ വല്ല മിച്ചറോ ചായ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇതിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവൻ പച്ച പൊള്ളു പറയാണ്. എന്നും രാവിലെ എന്റെ പെണ്ണുങ്ങൾ ഇവിടുന്ന് വലിയ ചെമ്പെട്ടി കഞ്ഞാണ് വണ്ടി കൊടുത്ത് പള്ള അടച്ചിട്ട് അവിടുന്ന് ഇറങ്ങി പോയല്. എന്നിട്ട് പിന്നെ വൈകുന്നേരം ഒരു ചായയും മുട്ടിയും പോരെ. ഇവന്റെ കാര്യേ എന്തായാലും കുഴപ്പമില്ല ആചാരെ. നാട്ടുകാരെമ്പളം നിൽക്കണമെങ്കിലേ വളർച്ച നന്നായി കൊടുക്കേണ്ടി വരും. നമ്മൾ എതിർ സ്ഥാനാർത്ഥിയെ ഒരു അൽഫാമും മന്തിയൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് ഞാൻ കേട്ട്. എന്നാ പിന്നെ ആട് ബിരിയാണി കിട്ടാഞ്ഞിട്ടേ എന്റെ ഒപ്പം ആളില്ലാതിരിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ ആ കാറ്ററിംഗുകാരൻ മയമുട്ടിനൊന്ന് വിളിച്ചു പറയട്ടെ. അത് നല്ല തീരുമാനം ആചാരെ, ഇത് നിങ്ങൾ എന്നോ ചെയ്യേണ്ടത്. പിന്നെ
ഞാൻ നിങ്ങളോട് ചെക്കിൽ വാങ്ങിയില്ലേ അതിനുള്ള പ്രത്യുപകാരം ഞാൻ ചെയ്തിരിക്കും കേട്ടോ. അതിലൊരു ബേജാറ് വേണ്ട. സ്വാമിയേട്ടാ ഞാൻ പോവാനായിക്കണു. ഞാൻ പോണിന്റെ മുന്നേ നിങ്ങളെ തേപ്പൊന്ന് തീർത്തു തരുമോ? എത്രയും പെട്ടെന്ന് തീർത്ത് തരണേ. 2 മാസം ഫിറോസേ, ഞാൻ പിന്നെ അൻ്റെതായതുകൊണ്ട് ചവിട്ടി പിടിച്ചു. അജ്ജ് പോകാനാവുമ്പോ ഇങ്ങനെ തീർത്ത് തരണ്ടേ. ഞാൻ ഒന്നും ഉണ്ടായതുകൊണ്ടില്ല സ്വാമിയേട്ടാ. ഞാൻ ഉണ്ടാകുമ്പോഴേ നനക്കലൊക്കെ നനക്കുള്ളൂ. പെണ്ണുങ്ങളെ കൊണ്ടൊന്നും കഴിയൂല. മേലെ കയറിയൊക്കെ നനക്കണ്ടേ. അതുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത് ഞാൻ പോണിന്റെ മുന്നേ ആക്കണം എന്നുള്ളത്. നാളെ മറ്റന്നാളായിട്ട് തുടങ്ങാം. ഇതൊരു കാര്യം ചെയ്യാം, ഒരു 25 ചാക്ക് സിമെന്റ് അവിടെ ഇറക്കിട്ടളാ. എൻസാന്റെ നല്ല പൊടിയായിക്കോട്ടെ കേട്ടോ. അതാ സംശയം പറങ്കുച്ചിക്കത്തെ ഓനോട് പറഞ്ഞോളാം. ഓൻ നല്ല പൊടി ഇറക്കിട്ടു. പൊടി ഞാൻ സംസനോട് പറഞ്ഞോളാം. സിമന്റ് ചട്ടിനാടല്ലേ അത് ഞാൻ നാളെ ഇറക്കിക്കോളാം. നിങ്ങൾ മറ്റന്നാൾ എന്തായാലും വരണം. താമിയ 15-ാം തീയതി രാജേട്ടന്റെ കുറി അനക്കാ കിട്ടിയത്? ആടായിക്കന്നെ കിട്ടിയത്. ഞാൻ ഇപ്പൊ പെരപ്പണിയൊക്കെ ആയിരുന്നു. കിട്ടിയ വലിയ ഭാഗ്യായി. എനിക്കും ആ കുറി കിട്ടലൊരു അത്യാവശ്യമായിരുന്നടാ. അനക്ക് കിട്ടിയ കുറി എനിക്കൊന്ന് തിരിച്ചു തരുമോ? അനക്ക് ഞാൻ എന്റെ കുറി ഇട്ടുമ്പോൾ തരണ്ട്. പൈസ കിട്ടിയില്ലടാ. 2 ദിവസം കൊണ്ട് തരാന്ന് പറഞ്ഞ. അനക്ക് എന്താ ഇത്ര അർജന്റ്? ഞാനടാ ഇപ്പാക്കൊരു ഓപ്പറേഷൻ പറഞ്ഞേക്കണം. അത് അർജന്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പാനോട് ഈ കാര്യം പറഞ്ഞിട്ടേനല്ല. അപ്പൊ അഡ്മിറ്റ് ആക്കണമെങ്കിൽ ഒരു 1.5 ലക്ഷം റുപ്യ ആദ്യം അഡ്വാൻസ് കൊടുക്കണം. ഒരു 2.5 ലക്ഷം റുപ്യോളം വരും എന്നാ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ചെയ്യാന്നാ വിചാരിച്ചിട്ടുണ്ടത്. അപ്പൊ എൻ്റെ ആ പൈസ കിട്ടിയാലേ എനിക്ക് അതിനൊന്ന് പോവാന്ന് വെച്ചിട്ടായിരുന്നു. ഹോസ്പിറ്റൽ കേസാണല്ലേ? എന്നാ ആദ്യം പറയേണ്ട ചങ്ങായെ. ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ ഒരു 50 റുപ്യ അവിടെ പെരയിൽ ഇരിക്കണ്ടേ. പിന്നെ ബാക്കിയുള്ള ആള് 1 ലക്ഷം റുപ്യ ആൾക്ക് ഗൂഗിൾ പേ ചെയ്തു തരാറിനാ. ഇത് എൻ്റെ നമ്പർ കൊടുക്കാം. അയക്കാണ് ചെയ്തു ഒരാള്. എന്നാ വലിയൊരു ഉപകാരമായിടാ. ആ 50 റുപ്യ ചെന്ന് വൈകുന്നേരം വെച്ച് തരുവോണ്ടി. എന്നാ രാവിലെ കൊണ്ടേക്കാണ്ടേ ഇപ്പൊ അഡ്മിറ്റ് ആക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നാ വൈകുന്നേരം അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കൊണ്ടുവരാം കേട്ടോ. ആയിക്കോട്ടെ, ഞാൻ പോയിടാ. അതെ. എടാ നമ്മളെ ഇരുത്തൊന്നും പണിയുണ്ടാവില്ല. ഞാൻ ഇപ്പോ അടുത്ത ആഴ്ച പോവാണ്. എടജ് ഉംറക്കല്ല പോകേണ്ടത്. അതിപ്പോ 2 ആഴ്ച കൊണ്ട് ഇങ്ങോട്ട് വരൂലേ. കാലാകാലം ഇപ്പൊ മക്കത്ത് നിക്കൊന്നുമില്ലല്ലോ. ഞാൻ ഉമ്മറക്കൊന്നല്ല പോണത്. ഞാൻ എൻ്റെ ചെറുക്കൻ്റെ അടുത്തേക്ക് ഓസ്ട്രേലിയക്കാണ് പോണത്. നമ്മളിഞ്ഞ് തമ്മിൽ കാണുമെന്ന് തന്നെ സംശയമാണ്. എത്ര അങ്ങനെയൊക്കെ പറയേണ്ടത്? കുട്ടികളെ അടുത്തേക്ക് പോവല്ലേ, സന്തോഷത്തോട് കൂടിയൊക്കെ പോകണ്ടേ. സന്തോഷമൊന്നും വെച്ചില്ലടാ. ഓലെ പെണ്ണുങ്ങളെ മാത്രം കൊണ്ടാ നിൽക്കുന്നു. അപ്പോൾ ഓള് പറഞ്ഞു ഇപ്പം ഇല്ലാതെ ഞാൻ പോയിട്ടും ചാറണം. അങ്ങനെ ഇപ്പം ഞാൻ പോകലുണ്ടായത്. എന്നാലും എനിക്കേ ആ നാടൊക്കെ ഒന്ന് കാണാനായല്ലോ കുട്ടികളെ കൊണ്ട്. പിന്നെ ഇപ്പൊ കുട്ടികളൊക്കെ ഒപ്പല്ലേ. ഈ കളിയും ചെറിയൊക്കെ ആവുമ്പോഴേ വലിയ മനസ്സിക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ല. എന്റെ സ്ഥിതി ഇപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഇവിടെ വെച്ചൊരു മനസ്സുണ്ടാവില്ല. ഞാൻ ഒറ്റക്ക് ഇങ്ങനെ അരിഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഇതിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഉമ്മാനും ബാപ്പാനെയും അവിടേക്ക് ഒന്ന് കാട്ടിക്കൊടുക്കാൻ കൊണ്ടുപോവാന്ന്. എന്നാ അതല്ല പോണത്. എൻ്റെ മരോള് പ്രസവിക്കാനായിക്കണം. അവിടെ ഇപ്പോൾ ഒരു പണിക്കാരത്തിൽ നിർത്തുകയാണെങ്കിൽ നല്ലൊരു സംഖ്യ ആവും. എൻ്റെ പെണ്ണുങ്ങൾ അവിടെ പണിക്ക് കൊണ്ടുപോവാ. ഇവിടെ നാട് വിട്ട് പോകാനൊക്കെ ഈ പ്രായത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ പോവല്ലപ്പോൾ അത് കാട്ടണം. എൻ്റെ കുട്ടി എൻ്റെ ചെക്കനെക്കാട്ടിൽ എത്രയോ ഉസാറാണടാ. എൻ്റെ ചെക്കനെ എത്ര കാലേക്കൊന്ന് എപ്പാന്ന് വിളിച്ചിട്ടെന്ന് എനിക്കറിയാം. ഞാൻ ആ കൊലയും ഇരിക്കുമ്പോഴേ ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവും. ഇന്നൊന്നിങ്ങനെ തുറച്ചു നോക്കും. ഒരക്ഷരം എന്നോട് മുണ്ടിയിട്ടില്ല. ഞാൻ പെരീതിൻ്റെ ഇറങ്ങിപ്പോയല്ല. ഇതേമാതിരി ഇവിടെ എവിടെയൊക്കെ വന്നിരിക്കും. ആ വിഷമം ഞാൻ എൻ്റെ നബീസിനും കൂടി അറിയിച്ചിട്ടില്ല. ആക്കെ ശരിയാവൂടാ. എൻ്റെ ചെറുക്കനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കാര്യം ഞാൻ ആരോടും പറയലൊന്നുമില്ല. അതൊക്കെ ഞാൻ മനസ്സിനോട് അടക്കി പിടിച്ചിട്ടല്ല. എന്നാലും ഇജവിടെ പോയിട്ടേ ഇടക്കിടക്കൊക്കെ ചെന്ന് വിളിച്ചോണ്ടി എൻ്റെ കൂറ്റെങ്കിലും ചെന്ന് കേൾക്കാലോ. മരിച്ചതിന് മുന്നേ നമ്മളൊക്കെ ഇതേമാതിരിയൊക്കെ ഒന്ന് കാണാനുള്ള വിധി പഠിച്ചോ തെറ്റ്. പിന്നെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് പൊരുത്തപ്പെട്ട് തന്നെ ഇട്ടിച്ച്. എത്ര നമ്മൾ തമ്മിൽ പൊരുത്തപ്പെടാനുള്ളത്? കുട്ടിക്കാലത്ത് നടക്കൽ തുടങ്ങിയല്ലേ നമ്മള്. അതിന്റെ അടിയിൽ കുറച്ചു കാലം ചെന്ന് ദുബായിലൊക്കെ ഒന്ന് പോയി വന്നു. അത്ര നമ്മൾ വേർപിരിഞ്ഞ് നിന്നിട്ടുള്ളൂ. കുറേ നേരം കൂടി നമ്മൾ വർത്താനം പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. ആ ബാങ്ക് കൊടുക്കാനായിക്കോളൂ. എന്നാൽ നമുക്കത് നീങ്ങാലോ. കുഞ്ഞുമോനെ മറാജിയോട് വന്നിരുന്നേ. നിങ്ങളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി കുറി മൂപ്പരാണോ? നമ്മളെ സ്ഥാനാർത്ഥി നിങ്ങളെ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞു. ഉമ്മറാജി നമ്മൾ തന്നെയല്ലേ. വോട്ട് ചെയ്യണം കേട്ടാ. നിങ്ങളെ കുട്ടികളെ കൂടി കണ്ടിട്ടാണ് മൂപ്പര ഇവിടെ നിർത്തിയിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയെ നല്ല സ്വാധീനമുള്ള ആളാണ്. ഉമ്മറാജിയെ ജയിക്കൂലേ, പക്ഷെ തോറ്റാ നാണക്കാടാട്ടാ. ജയിച്ച് കെടുക്കില്ല ഉമ്മറാജി. നിങ്ങൾക്ക് കേൾക്കണോ? 25 കാറിലാണ് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കാൻ പോയത് കഴിഞ്ഞ ആഴ്ച. അയാൾക്ക് തന്നെ ഉണ്ട് 4-5 കാറ്. ബാക്കിയുള്ള കാറൊക്കെ അയാൾ റെന്റിന് എടുത്താന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോ തന്നെ ഉണ്ട് ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തല ചൊറിഞ്ഞ് നടക്കണ്. തല ചൊറിഞ്ഞിക്കണേ പൈസ എന്തെങ്കിലും കിട്ടുവെച്ചിട്ടേക്കാരം. അതിനൊന്നും ആയിട്ടില്ല. അതൊക്കെ ലാസ്റ്റിക്കാണ്. അല്ല, സ്ഥാനാർത്ഥിയാകാനുള്ള ബുദ്ധിപ്പാര അയാൾക്ക് പറഞ്ഞു കൊടുത്താവും. അങ്ങനെ അയാൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാനേ ഈ വാർഡിൽ ആരുമില്ല, ഞാനല്ലാതെ. വെറുതെ അല്ല അനക്ക് ഇത്ര ആവേശല്ലേ. അയാൾ എന്തായാലും ജയിച്ചു.
കഴിഞ്ഞ തവണ നിന്ന ആളെ എത്ര വട്ടം അയാൾ ഈ വാർഡിൽ നിന്നു. അയാളൊക്കെ ആൾക്കാരും മടുത്തിട്ടുണ്ടാവും. അജയാക്കാ നിങ്ങൾ വർത്താനം വന്നൊക്കെ ഒരു ചായ കിട്ടിയാണ്. അബ്ബാസേ, ഇത് ആശുപത്രിയിൽ നിന്ന് വരണേ? എന്തപ്പാൻ്റെ അർത്ഥം? ഇന്നലെ രാത്രി അവിടെ നിന്ന് ഇപ്പോൾ വരികയാണ്. വെറുതെ അല്ല എനിക്ക് ഉറക്ക ക്ഷീണം. എന്താടാ അപ്പൻ്റെ അർത്ഥാനോ? ഉപ്പാൻ്റെ ഓപ്പറേഷൻ ഇന്നലെ കഴിഞ്ഞടാ. ഐസിയുലേ ഞാൻ ഇന്നലെ കയറി ഉപ്പാനെ കണ്ടു. ഞാനടാ എൻ്റെ ഉപ്പാൻ്റെ കയ്യിൻ്റെ ചൂട് ഇന്നലെ അറിഞ്ഞത്. എത്ര കയ്യിൻ്റെ ചൂടറിയാന്? അതൊക്കെ ചെറുപ്പത്തിൽ നല്ലോ അറിഞ്ഞല്ലേ നമ്മള്. അങ്ങനൊന്നും അല്ലടാ, ഞാൻ എൻ്റെ ഉപ്പാനെ തൊട്ടിട്ട് കുറേ കാലമായി. ഇന്നലെ ഐസിയുൽ വെച്ചുകാണ്ട് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കയ്യിനൊന്ന് പിടിച്ചു. ഉപ്പാൻ്റെ കണ്ണിന്നേ വെള്ളം വന്നടാ. എനിക്കും വല്ലാത്തൊരു സങ്കടം വന്നടാ. എൻ്റെ ഉപ്പാക്ക് അസുഖം തുടങ്ങിയിട്ട് കുറേ കാലമായി. ഞാനതിങ്ങനെ മാറിക്കോളും എന്നാണ് കുറേ കൊണ്ടടന്നു. ഇപ്പോഴാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. 3 ബ്ലോക്ക് ഉണ്ടായി. അതൊക്കെ തീർത്തപ്പോൾ ഡോക്ടർ എന്നോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നോ കൊണ്ടുവരാണെങ്കിൽ ചെറിയൊരു ഓപ്പറേഷൻ പരിപാടി തീർന്നിരുന്നു, എന്തിനെങ്ങനെ നീട്ടിക്കൊണ്ടുവരുന്നു പറഞ്ഞു. വല്ലാത്തൊരു വിഷമമായി. നമ്മളെ വാപ്പാർക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചറിയില്ല, ഒന്നും ചെയ്യൂല. നമ്മളതിങ്ങനെ മാറിക്കോളും എന്ന് നടക്കും. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലടാ. പപ്പങ്ങൾക്ക് നെന്നത്ത് കൂടി ഇല്ല വേദന ഒക്കെ കുറവുണ്ടോ? പെണ്ണു ഞാനേ ആ ഉലുവരള്ളേ കുറേച്ചെങ്ങനെ കുടിച്ചപ്പോഴേ ചെറിയൊരു ആക്കുണ്ട്. ഏതായാലും ആസ്പത്രി പോയാലേ ഒഴിവാക്കാൻ പറ്റൂല. ഇപ്പാക്ക് വോട്ടിന്റെ തിരക്കായോണ്ടാണ് ഇപ്പൊ വരാത്തത്. പിന്നെ ഉമ്മമാക്ക് നിങ്ങളെ താങ്ങാനും വയ്ക്കൂലല്ലോ. അമ്മക്ക് രണ്ടാക്കും ആസ്പത്രിക്ക് പോയാലോ? പല കുട്ടീനോട് അങ്ങനെ ചോദിച്ചല്ലോ. എന്റെ കുട്ടിയെ അതിനായിട്ടില്ല, അതിനെ കൊണ്ട് കഴിയൂല പല താങ്ങാനും മുട്ടാനൊന്നും. നിങ്ങൾ സങ്കടപ്പെടുമൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അസുഖങ്ങളൊക്കെ മാറാൻ തോർക്കലുണ്ട്. പപ്പാന്റെ കുട്ടി നിസ്കരിച്ചാ? ആ നിസ്കരിച്ചു. ഒന്നും ഉണ്ടെങ്കിൽ പപ്പാന്റെ കുട്ടി ആ മുസാബ് എടുത്ത നോക്കാനാണ്. എന്റെ സോക്കറിഞ്ഞി കൊണ്ടേ പോകുന്നത് കൊണ്ട് ആളോട് മക്കണ്ട് നോക്കാറ്. പക്ഷെ കൂട്ടത്തിനൊരു മനസ്സല്ല ഈ പൈതമക്കളാണ്. ഇതാ പപ്പ. ആ നിങ്ങൾ മാറ്റിക്കളി, നമ്മളെ ആസ്പത്രിക്ക് ഒന്ന് പോയി നോക്കാം. കൊല്ലായിട്ടെന്റെ കുട്ടി എന്റെ കഴിയും മങ്ങനെ വിളിച്ചു. പൊന്നാര മക്കളെ, ബാപ്പാരങ്ങളെ പരിഗണിക്കാതിരിക്കരുത് കേട്ടോ. നിങ്ങൾ എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിലേ ബാപ്പാനോടൊന്ന് ചോദിക്കണം. ബാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യട്ടെ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ബാപ്പാർക്ക് നിങ്ങളോടൊരു സ്നേഹം ഉണ്ടാവുള്ളൂ. അതൊന്നും ഉണ്ടായിട്ടല്ല. ബാപ്പാനോട് നമ്മളൊന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു വീടൊക്കെയുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങുകയാണ്, ഇതൊന്ന് പറഞ്ഞു വെച്ചിട്ടേ നിങ്ങളെ ബാപ്പാർക്ക് അത് ഇഷ്ടമില്ലാതിരിക്കൊന്നുമില്ല. അത് നിങ്ങൾ പറയണം. ബാപ്പാരെ പരിഗണിക്കാതെ നിങ്ങൾ ജീവിച്ചാലേ നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും ഒരു സുഖം ഉണ്ടാവില്ല. ഓലെ സ്നേഹത്തോടെ നോക്കി ഓലെ വെയിൽ കൊണ്ട് അധ്വാനിച്ച് നമ്മളെ പോറ്റി വളർത്തിയതാണ്. ആ തണലാണ് നമ്മളിപ്പോൾ നിൽക്കേണ്ട ഈ തണൽ. അത് നിങ്ങൾ മറക്കണ്ട. അതുകൊണ്ട് ഓരോട് സ്നേഹത്തോട് നിൽക്കി. അതാണ് ഈ ബീരാങ്കാക്കങ്ങളോട് പറയാനുള്ളൂ.